നന്നായി കഴിയും ബീഫിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുരുമുളകും ഉപ്പും. പിന്നെ നമുക്ക് വേണ്ടത് ഇടിക്കൽ എടുത്തിട്ട് ഇഞ്ചി എടുക്കുക, വെളുത്തുള്ളി എടുക്കുക, അങ്ങ് ചതച്ചത് ഈ പരിവാക്കി എടുക്കുക. പിന്നെ നമുക്ക് വേണ്ട സാധനം പച്ചമുളക് കേട്ടോ. ഇതേപോലെ നീളത്തിൽ കീറി കുറച്ച് പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇടുക. പിന്നെ നമ്മുടെ പച്ചമുളക് ഇടുക, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ കുക്കറിനെ മൂടി വെച്ച് അങ്ങ് അടച്ചോ. ഒട്ടും താമസിക്കേണ്ട, തീയെ കത്തിച്ചിട്ട് കുക്കറിന് എടുത്ത് അതിന്റെ മുകളിലേക്ക് വെക്കുക. ഇത് നമുക്ക് റെസ്റ്റ് എടുക്കാം കേട്ടോ. 3 വിസിൽ എണ്ണം തുടങ്ങിക്കോട്ടോ. ഈ 1ാമത്തെ വിസിലടിച്ച് ഇപ്പൊ തന്നെ 2ാമത്തെ വരും. വന്നില്ല. ഇനിയിപ്പോ 3ാമത്തെ വിസിലും കൂടി അടിച്ചാൽ നമുക്ക് റെസ്റ്റ്. അതേ വന്ന്. ഇനി നമുക്ക് വേണ്ടത് കപ്പ എടുക്കുക. കപ്പ എടുത്തിട്ട് കപ്പാന്ന് പറഞ്ഞ് വെട്ടി നുറുക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 6 വിസിൽ കേൾക്കണം. അത് കഴിഞ്ഞത് തുറന്നു. ആ ബീഫിന്റെ മണം ഉണ്ടല്ലേ, സഹിക്കാൻ പറ്റില്ലപ്പാ. എന്ത് ടേസ്റ്റാന്ന് അറിയാമോ? വേറെ മസാല ഒന്നും ഇല്ലാത്തോണ്ടും നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങൾക്ക് കരുത മസാല ഇല്ലാത്തോണ്ട് ടേസ്റ്റ് ഇല്ലാന്ന്. ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണം. എന്റെ മോളുടെ മുഖത്ത് സന്തോഷം കണ്ടോ? ആഹാ, അടിപൊളി. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യട്ടോ. നന്നായിട്ട് ബീഫ് വെന്തുണ്ടാവും. എന്തായാലും ട്രൈ ചെയ്തോളൂ.